ഇതൊരു പഴയൊരു ചുരിദാറാണ് കേട്ടോ. കളറൊന്നും മുങ്ങിയിട്ടില്ല, തുണിക്കൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു മുതലും കൂടിയാണിത്. പക്ഷേ എന്താ ചെയ്യുക, ഇതാ അവസ്ഥ. അതിന് മുട്ടിൽ നിൽക്കുകയില്ലേ, കണ്ടോ? ഈ മുട്ടിലേക്ക് കളറൊന്ന് മൊത്തവും അങ്ങ് പോയി. അത് വെളിയിലങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഭംഗിയില്ല. അപ്പം അത് ഒന്ന് റീമേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചതാണ് ഈ കാണുന്നത്. സെയിം കളറൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു നെയിൽ പോളിഷ്. അതൊരു റെഡായാൽ മാത്രം മതി. റെഡോ പിങ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വെളിയിടാൻ ഒരു മനസ്സിനൊരു തൃപ്തിയാണ്. എനിക്കെന്തായാലും അതൊന്നും ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ ഞാൻ ഇതിന് മുമ്പൊരു നെയിൽ പോളിഷ് ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ അതൊന്നും അത്ര സെറ്റായില്ലായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയിട്ട് അവിടെ തന്നെ വെച്ചേക്കുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഒരു ചുരിദാറും കൂടി ആയിരുന്നു. അങ്ങ് കളയാൻ മനസ്സില്ല. കുട്ടികൾ ഒരുപാട് ചോദിച്ചായിരുന്നു ഇതിലെന്തെങ്കിലും തെച്ച് തരുമോ അമ്മ എന്ന്. പക്ഷെ എന്താ ചെയ്യുക, മനസ്സ് വരണ്ടേ. അത് തന്നെ അവസ്ഥ. ഇതെങ്ങനെ തയ്ക്കാനോ പിള്ളേർക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കളയാനോ ഒന്നും മനസ്സിലായി. ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ് ഉണ്ടോ, എംബ്രോയിഡറി വർക്ക്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, കളയാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ഈ ചുരിദാർ നല്ല രസമായിരുന്നു, എന്താ പറയുക. അപ്പോൾ അതെല്ലാം ഞാൻ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഈ നെയിൽ പോളിഷൊക്കെ ചെയ്ത് ആ മുത്തെല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വർക്കിങ്ങുള്ള ഡിസൈനുള്ള എന്തെങ്കിലും ഒരു ചുരിദാറോ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇതേപോലെ ചീത്തായിട്ടുണ്ടെങ്കിൽ അത് കളയാതെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ പോരാ, സപ്പോർട്ട് ചെയ്യണം. സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ലവ് യു ആൻഡ് ബൈ. ലാസ്റ്റത്തെ ശ്രദ്ധിച്ചോണേ, ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ്. അത് ക്യാമറയുടെ എന്തോ ഒരു ഇഷ്യൂസാണ്. അപ്പോൾ ടേക്ക് കെയർ.